everyone. Welcome to Lecture 3 of Calicut University 5th semester paper MTS 5V06 Basic Analysis. നമ്മൾ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. സെക്ഷൻ 1.3 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെയാണ് സെക്ഷൻ 1.3-ലുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫ്യൂ ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് ഡെഫിനീഷൻസും കുറച്ച് തിയറംസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു തിയറം നോക്കുകയാണ് കേട്ടോ. ആ തിയറത്തിലേക്ക് ഡയറക്റ്റ് മൂവ് ചെയ്യുന്നതിന് മുന്നേ തിയറത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു റിസൾട്ട് നമുക്ക് നോക്കാം. ഒരു ഇംപ്ലിക്കേഷൻ്റെ കോൺട്രാപോസിറ്റീവ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിയറത്തിലേക്ക് പോവാം. സോ കോൺട്രാപോസിറ്റീവ് ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക് ലോജിക്സ് വരുന്നതാണ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക, സ്റ്റേറ്റ്മെൻറ്റ് P ആൻഡ് Q. ഇഫ് P ഇംപ്ലൈസ് Q, then we can say that negation P അല്ലെങ്കിൽ negation Q അല്ലെങ്കിൽ not Q implies not P. ഇങ്ങനൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് not Q എന്ന് എഴുതും, implies not P. either negation അല്ലെങ്കിൽ not എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും കേട്ടോ. ഇതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ P ആൻഡ് Q രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം മലപ്പുറത്താണ് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് P സെസ് ദാറ്റ് ഐ ആം ഇൻ മലപ്പുറം. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് Q ആയിട്ട് ഞാൻ എടുക്കുകയാണ് ഐ ആം ഇൻ കേരള. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള സെൻസിൽ എടുത്തതാണ്. സോ ഇവിടുന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് P ഇംപ്ലൈസ് Q എന്ന് പറഞ്ഞൂടെ. അതായത് ഇഫ് ഐ ആം ഇൻ മലപ്പുറം ദെൻ ഐ എം ഇൻ കേരള. ഞാൻ മലപ്പുറത്താണെങ്കിൽ ഞാൻ കേരളത്തിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് അല്ലേ. ഇവിടെ നിങ്ങൾ തിരിച്ചു നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നോട്ട് Q ഇംപ്ലൈസ് നോട്ട് P എന്ന് എനിക്ക് പറയാൻ പറ്റുമോ നോക്കിയേ. നമ്മുടെ കോൺട്രാപോസിറ്റീവ് ഇംപ്ലിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ P ഇംപ്ലൈസ് Q ആവുമ്പോഴൊക്കെ നോട്ട് Q ഇംപ്ലൈസ് നോട്ട് P എന്നുള്ള ഇംപ്ലിക്കേഷനും ട്രൂ ആണ്. ഇത് രണ്ടും ഈക്വലൻ്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ ഇവിടെ നോക്കിയേ, P ഇംപ്ലൈസ് Q ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇതിൽ നോട്ട് Pയും നോട്ട് Q എന്തായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ആദ്യം നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, സോ ഐ ആം ഇൻ മലപ്പുറം എന്നുള്ളതിൻ്റെ നോട്ട് P എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഐ ആം നോട്ട് ഇൻ മലപ്പുറം എന്നായിരിക്കും അല്ലേ. ഓക്കെ, സോ ഐ ആം നോട്ട് ഇൻ മലപ്പുറം. ആൻഡ് നോട്ട് Q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഐ ആം നോട്ട് ഇൻ കേരള എന്ന് പറയാം അല്ലേ. സോ ഇതായിരിക്കും നോട്ട് P ആൻഡ് നോട്ട് Q. അങ്ങനെയാണെങ്കിൽ ഈ ഇംപ്ലിക്കേഷൻ ഇവിടെ ട്രൂ ആവുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നോട്ട് Q ഇംപ്ലൈസ് നോട്ട് P എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നോട്ട് Q എന്ന് പറയുന്നത് എന്താ? ഐ എം നോട്ട് ഇൻ കേരള. അതായത് ഞാൻ കേരളത്തിലില്ല. ഓക്കെ, ഞാൻ കേരളത്തിലല്ല എങ്കിൽ ഞാൻ മലപ്പുറത്താവാൻ ചാൻസ് ഉണ്ടോ? മലപ്പുറം കേരളത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ. സോ ഞാൻ കേരളത്തിലേ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ മലപ്പുറത്താവാൻ ഒരു ചാൻസും ഇല്ല അല്ലേ. സോ ഐ ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് നോട്ട് Q ഇംപ്ലൈസ് നോട്ട് P. എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിരുന്നു കരുതുന്നു. സോ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് അനദർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും തിരിച്ച് നോട്ട് Q ഇംപ്ലൈസ് നോട്ട് Pയും ട്രൂ ആയിരിക്കും. ഇത് രണ്ടും എപ്പോഴും എന്താ പറയുക, ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് കോൺട്രാപോസിറ്റീവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. കോൺട്രാപോസിറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്ലിക്കേഷൻ്റെ കേസിലാണ്. ഇത് നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് പറഞ്ഞത് കേട്ടോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. സോ നമുക്ക് തിയറം എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിക് ഡെഫിനീഷൻസും കുറച്ച് തിയറംസും ആയിരുന്നു ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ തിയറം 1.3.5 ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സപ്പോസ് that S and T are sets and that T subset of S. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ രണ്ട് കേസസ് പറയുകയാണ്. എ പാർട്ട്, ഇഫ് S is a finite set
then T is a finite set. And statement B പറയുന്നത് എന്താ വെച്ചാൽ if T is an infinite set, then S is an infinite set. ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഇപ്പം ഞാൻ കോൺട്രാപോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് ദാറ്റ് എസ് ആൻഡ് ടി ആർ സെറ്റ്സ് ആൻഡ് ദാറ്റ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. എസും ടിയും രണ്ട് സെറ്റാണ്. ടി അതിൻ്റെ ടി എസിൻ്റെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എ പാർട്ട് പറയുന്നത് എസ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ ടിയും ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ബി പാർട്ട് പറയുന്നത് ടി ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ എസ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്നാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളൊന്ന് നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ ഇവർ വരുന്നത്. ഞാനിപ്പം സപ്പോസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇപ്പം ടി ഇഫ് എസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്, എസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളതിനെ സ്റ്റേറ്റ്മെൻറ്റ് പി എന്നും ടി ഇസ് എ ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളതിനെ സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ എന്നും വിളിച്ചു കഴിഞ്ഞാൽ താഴെ ബി പാർട്ടിൽ വരുന്നത് എന്തായിരിക്കും? ഇത് നോട്ട് ക്യൂ ആണ്, ഇത് നോട്ട് പി ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രൂവ് ചെയ്താൽ പോരെ? അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൽ ഒരെണ്ണത്തിൻ്റെ പ്രൂഫ് നമ്മൾ പറയും, അതായത് എ പാർട്ടിൻ്റെ പ്രൂഫ് നമ്മൾ പറയും, ഇലാബറേറ്റ് ആയിട്ട് പറയും. ആൻഡ് ബി പാർട്ടിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ കോൺട്രാപോസിറ്റീവ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എ, സോ ഇറ്റ്സ് ഓൾവേസ് ട്രൂ എന്നുള്ളതുപോലെ നമുക്ക് പറയാൻ പറ്റും. പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ഓൾവേസ് നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി ആണ്. സോ ഈ ഒരു കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വലൻസി കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പാർട്ട് പ്രൂവ് ചെയ്താൽ അത് വെച്ചിട്ട് ബി പാർട്ട് ട്രൂ ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് ഇതിൻ്റെ എ പാർട്ടിൻ്റെ പ്രൂഫ് നോക്കാം കേട്ടോ. സോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എസ് ആൻഡ് ടി രണ്ട് സെറ്റ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് ഇഫ് എസ് ഇസ് ഫൈനൈറ്റ് ദെൻ ടി ഇസ് ഫൈനൈറ്റ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഫൈനൈറ്റ് സെറ്റ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സെറ്റ് ഫൈനൈറ്റ് ആവണമെങ്കിൽ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത്? ഐദർ അത് എം ടി ആയിരിക്കും, അല്ലെങ്കിൽ അതിന് എം എലമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ഈ എം ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 0 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. എം എലമെൻറ്റ്സ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇപ്പം സെറ്റ് എസ് എന്ന് പറയുന്നതിൽ എം എലമെൻറ്റ്സ് ആവണം എന്നുണ്ടെങ്കിൽ എൻ എമ്മിൽ നിന്ന് എസ്സിലേക്ക് ഒരു ബൈജക്ഷൻ എനിക്ക് കാണാൻ പറ്റണം അല്ലേ. ഈ രണ്ട് കേസസിലായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യം എസ് ഫൈനൈറ്റ് ആണെന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് എ ഫിക്സ്ഡ് തിങ്. ഓക്കെ, ദാറ്റ്സ് എ ഗിവൺ തിങ്. എസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം ടി ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ടി ഫൈനൈറ്റ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് പോസിബിലിറ്റീസ് എന്താണ്? ഒന്ന് ടി ഈക്വൽ ടു 5, ടി ഒരു എം ടി സെറ്റ് ആവാം, അല്ലെങ്കിൽ ടി ഒരു നോൺ എം ടി സെറ്റാണ് അല്ലേ. ഈ രണ്ട് കേസ് എനിക്ക് ചെക്ക് ചെയ്തുകൂടെ? ടി ഒരു എം ടി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടി എന്തായി? ഒരു ഫൈനൈറ്റ് സെറ്റായി അല്ലേ. അപ്പോൾ അവിടെ എനിക്ക് ഫെർദർ പ്രൂഫിലൊന്നും എഴുതാനില്ല അല്ലേ. ദ പ്രൂഫ് എൻഡ്സ് ദെയർ. ബട്ട് ടി നോൺ എം ടി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഡയറക്റ്റ്ലി ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ടി ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻഫൈനൈറ്റ് അല്ലേ. അപ്പോൾ ടി ഈസ് നോട്ട് ഈക്വൽ ടു 5 ആകുമ്പോൾ നമുക്ക് ഫെർദർ പ്രൂഫിൽ ഇനിയും പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ടി നോട്ട് ഈക്വൽ ടു 5 എന്നുള്ള കേസ് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് അറിയുന്ന കാര്യം എസ് ഫൈനൈറ്റ് സെറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എസ്സിൽ എം എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള പോലെ നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എസ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തൂടെ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെന്ന് കരുതുന്നു. നമ്മളെങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഒരു തിയറി പ്രൂവ് ചെയ്യാം? 1 എന്ന് പറഞ്ഞ എഫ് ഓഫ് 1, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും, എഫ് ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും, എന്നിട്ട് എഫ് ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് PMI അല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അതേപോലെ എസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്കറിയാം. എസ് എം ടി ആണെങ്കിൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് കേസൊന്നും പറയാനില്ല. എസ് എം ടി ആണെങ്കിൽ ടിയും എം ടി ആയിരിക്കും, കാരണം ടി സബ്സെറ്റ് ഓഫ് എസ് എന്ന് നമുക്കറിയാം. ടി എം ടി ആണെന്നുണ്ടെങ്കിൽ ടി ഫൈനൈറ്റ് ആണ്, പ്രൂഫ് ഇസ് ഓവർ. സോ എസ് ഫൈനൈറ്റ് ആണെന്ന് പറയുമ്പോൾ എസ് നോൺ എം ടി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. എസ് നോൺ എം ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ പറയാം? എസ്സിൽ 1 എലമെൻ്റ് ആവുമ്പോൾ എന്താ കേസ്? എസ്സിലെ നമ്പർ ഓഫ് എലമെൻസിലാണ് നമ്മൾ PMI അപ്ലൈ ചെയ്യണം കേട്ടോ. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് 1 ആവുന്ന കേസിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. സോ ഇഫ് എസ് ഹാസ് 1 എലമെൻറ്റ്, വാട്ട് ഹാപ്പൻസ്? എസ് 1 എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എസിൻ്റെ സബ്സെറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പം എസ് 1 എലമെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ഞാൻ എടുക്കുകയാണ്, സെറ്റ് ഓഫ് ഓൾ എ. ഇത് എസ്സിൽ 1 എലമെൻ്റ് ആണ്. ഇതിൻ്റെ സബ്സെറ്റ്സ് ആരൊക്കെയാണ്? ഇതിൻ്റെ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് പവർ സെറ്റിലാണ് നമ്മൾ എഴുതുക. ഇതിൻ്റെ സബ്സെറ്റ്സ് എം ടി സെറ്റും ഈ പറഞ്ഞ എയും, സെറ്റ് എയും മാത്രമല്ലേ ഉള്ളൂ. എം ടി സെറ്റ് ആൻഡ് സെറ്റ് എ ആയിരിക്കും ഇതിൻ്റെ സബ്സെറ്റ്സ് വരിക. അതായത് ഒന്നെങ്കിൽ 0 എലമെൻറ്റ്സ് ഉള്ള ഒരു സബ്സെറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ 1 എലമെൻ്റ് ഉള്ള ഒരു സബ്സെറ്റുമാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നത് 1 എലമെൻ്റ് ഉള്ള ഒരു സെറ്റാണെന്നുണ്ടെങ്കിൽ ടി ഓൾറെഡി നോട്ട് ഈക്വൽ ടു 5 എന്നുള്ള കേസാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടിയിലും എന്തായിരിക്കും? 1 എലമെൻ്റ് അല്ലേ ഉണ്ടാവുക, കാരണം ടി എം ടി ആവാനുള്ള ഓപ്ഷൻ നമുക്കില്ല. സോ എൻ ഓഫ് ടിയും 1 ആണെന്ന് അറിയാം. എൻ ഓഫ് ടി 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടി എന്തായി? ടി ഒരു ഫൈനൈറ്റ് സെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ബിക്കോസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് 1 ആവണ കേസിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് 1 ആവുമ്പോൾ ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഫസ്റ്റ് 1ൻ്റെ കേസിൽ n ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എന്തായിരുന്നു നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്? n ഈക്വൽ ടു കെ ആവുമ്പോൾ, n ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ആവുമ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ. സോ അസ്യൂം ദാറ്റ് എന്താ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? ടി ഫൈനൈറ്റ് ആണെന്നുള്ളത്. സോ അതാണ് നമ്മുടെ അസംഷൻ കേട്ടോ. അസ്യൂം ദാറ്റ് ടി ഇസ് ഫൈനൈറ്റ്. ഓക്കെ അല്ലേ. അതായത് എസ്സിൽ കെ എലമെൻറ്റ്സ് ഉള്ളപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എസ്സിൽ കെ എലമെൻറ്റ്സ് ഉള്ളപ്പോൾ ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? എസ്സിൽ k+1 എലമെൻറ്റ്സ് ഉള്ളപ്പോൾ ഈ പറഞ്ഞ ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ. സോ അതാണ് അടുത്ത കേസ് നമ്മൾ എടുക്കാൻ പോണേ. എസ്സിൽ k+1 എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. n ഓഫ് എസ് ഇസ് ഈക്വൽ ടു k+1. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് n ഓഫ് എസ് k+1 ആവുമ്പോൾ ഈ എസ്സിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ടീനെ സം കെ എലമെൻറ്റ്സ് ഉള്ള സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് എനിക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ടീനെ എനിക്ക് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഞാനിതിൻ്റെ 2 കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ 2 കേസ് അസ്യൂം ചെയ്യാൻ പോവാണ്. കേസ് 1 എന്ന് പറയുന്നത് ഈ എസ്സിൽ k+1 എലമെൻറ്റ്സ് ഉള്ളപ്പോൾ ടിയിൽ k+1 എലമെൻറ്റ്സ് ഉണ്ടാവാനല്ലേ ചാൻസ് ഉള്ളത്. ടിയിൽ k+1 എലമെൻറ്റ്സ് ഉണ്ടാവാനും ചാൻസ് അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എലമെൻറ്റിനെ ഞാൻ അവിടെ നിന്ന് കുറയ്ക്കുകയാണ് കേട്ടോ. സപ്പോസ് ഈ എഫ് ഓഫ് k+1 എന്ന് പറഞ്ഞ ആൾ ടിയിലില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഇത് കേസ് 1. കേസ് 2 അപ്പോൾ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് k+1 ടിയിലുണ്ട് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ 2 കേസിലും ടി ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞ്. അപ്പോൾ ഈ k+1 എലമെൻ്റ് ആയിരുന്നല്ലോ നമ്മുടെ പ്രശ്നം. അപ്പോൾ ആ k+1 എലമെൻറ്റ് ടിയിലില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് S1 എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. എസ്സിൽ നിന്ന് ഈ പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് k+1നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എസ് മൈനസ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് k+1. ഈ എസ്സിലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയായിരിക്കും? എഫ് എന്ന് പറഞ്ഞ അതായത് എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറയുമ്പോൾ ഈ അതിൽ k+1 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് എന്ന് പറയുന്ന സെറ്റിൽ k+1 എലമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ബൈജക്ഷൻ nk+1 ടു എസ് അല്ലേ. അതെന്നാണ് കേട്ടോ ഈ എഫ് എടുത്തിട്ടുള്ളത്. സോ ആ എഫ് ഓഫ് k+1 ടിയിലില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു S1നെ കാണാം സച്ച് ദാറ്റ് എസ് മൈനസ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് k+1 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു തിയറം പ്രകാരം ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായിരിക്കും? n ഓഫ് S1 എന്ന് പറയുന്നത് എസ്സിൽ k+1 എലമെൻ്റ് ആണ്. ആൻഡ് 1 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിനെ അതിനകത്ത് ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ S1 എന്ന് പറയുന്നതിൽ k+1 - 1 എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അതായത്
കെ എലമെൻറ്റ്സ് ആണ് ഉള്ളത് അല്ലേ വരിക. അപ്പോൾ കെ എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ് S1 ആൻഡ് വി നോ ദാറ്റ് എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇല്ല എന്നറിയാം. ആൻഡ് ടി എന്ന് പറയുന്നത് ഓൾറെഡി സബ്സെറ്റ് ഓഫ് എസ് ആണ്. ടിക്കകത്ത് എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ ടി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് S1 ആണെന്ന് എനിക്ക് എടുത്തൂടെ? കാരണം S1ലും എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല, ടിയിലും എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല അല്ലേ. സോ ടി സബ്സെറ്റ് ഓഫ് S1 എന്നുള്ളത് എനിക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും. ആൻഡ് S1 എന്ന് പറയുന്നത് കെ എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. സോ നമ്മുടെ അസംഷൻ പ്രകാരം, ഈ അസംഷൻ നോക്കിയേ, കെ എലമെൻറ്റ്സ് ഉള്ള സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് ടി എന്നുണ്ടെങ്കിൽ ടി ഫൈനൈറ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ അല്ലേ. സോ ഇവിടെ നമുക്ക് കെ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ട് ടീനെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ടി ഫൈനൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ കേസ് 1ൽ ടി ഫൈനൈറ്റ് ആയി. ഇനി നമ്മൾ കേസ് 2 എടുക്കുകയാണ്. കേസ് 2 എന്താ വരിക? ഈ പറഞ്ഞ വാല്യൂ, അതായത് എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞ വാല്യൂ ടിക്കകത്ത് ഉണ്ട് എന്ന് നമ്മൾ എടുക്കുകയാണ് അല്ലേ. ടിക്കകത്ത് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. ഇത് ടിക്കകത്ത് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു സെറ്റിനെ കൺസ്ട്രക്ട് ചെയ്യാണ്, T1 എന്ന് പറഞ്ഞിട്ട്. T1 എന്ന് പറഞ്ഞ സെറ്റിനെ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാണ് ടി മൈനസ് എഫ് ഓഫ് കെ പ്ലസ് വൺ. ഇപ്പോൾ ടിക്കകത്ത് എഫ് ഓഫ് കെ പ്ലസ് വൺ ഉണ്ടെന്ന് ഞാൻ എടുത്തു. ഈ പറഞ്ഞ എഫ് ഓഫ് കെ പ്ലസ് വണ്ണിനെ ഒഴിവാക്കിയിട്ട് ഞാൻ T1 എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിനെ അസ്യൂം ചെയ്യാണ്. ഈ T1 എന്ന് പറയുന്നത് ഇനി എനിക്ക് S1ൻ്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞൂടെ? കാരണം T1ലും S1ലും എഫ് ഓഫ് കെ പ്ലസ് വൺ ആണ് ഇല്ലാത്തത് അല്ലേ. എല്ലാം എസിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നതേനും. സോ T1 സബ്സെറ്റ് ഓഫ് S1 എന്ന് എനിക്ക് പറയാം. ആൻഡ് S1 എന്ന് പറയുന്നത് കെ എലമെൻറ്റ്സ് ഉള്ള സെറ്റ് ആയതുകൊണ്ടും T1 അതിൻ്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി T1 എന്ന് പറയുന്നത് എന്തായി? ഒരു ഫൈനൈറ്റ് സെറ്റായി അല്ലേ. നമ്മൾ പറഞ്ഞത് കെ എലമെൻറ്റ്സ് ഉള്ള സെറ്റിൻ്റെ സബ്സെറ്റ്സ് ഫൈനൈറ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ T1 എന്ന് പറയുന്നത് കെ എലമെൻ്റ് ഉള്ള S1ൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് T1 ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. T1 ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് കിട്ടും. T1ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? S1ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കെ ആണ് അല്ലേ. അതേപോലെ ടിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് അറിയാത്തതുകൊണ്ട് T1ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ബട്ട് T1 ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അത്രയും നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇനി T1 ഫൈനൈറ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ടി ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അല്ലേ. ടീനെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടി എന്ന് പറയുന്നത് ടി മൈനസ് എഫ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് കെ പ്ലസ് വൺ ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു, വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ മൈനസ് കേസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്. സോ ഇവിടെ ആക്ച്വലി T1 യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് കെ പ്ലസ് വൺ ആയിരിക്കും എന്ത് വരിക? ടി എന്ന് പറഞ്ഞ് വരിക അല്ലേ. കാരണം T1 എന്ന് പറയുന്നത് ടിയിൽ നിന്ന് ഈ ഒരു ഒറ്റ എലമെൻറ്റിനെ ഒഴിവാക്കിയതാണ്. സോ ദാറ്റ് മീൻസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ T1 യൂണിയൻ എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് എഴുതാം അല്ലേ. സോ ഇവിടെ എഫ് ഓഫ് കെ പ്ലസ് വൺ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് സിംഗിൾ എലമെൻ്റ് ഉള്ള ഒരു സെറ്റാണ് അല്ലേ. ഇതിനകത്ത് ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് T1 എന്ന് പറയുന്നത് ഫൈനൈറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റാണെന്നും നമുക്കറിയാം. ഓക്കെ, രണ്ട് ഫൈനൈറ്റ് സെറ്റ്സിൻ്റെ യൂണിയൻ ആണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് സെറ്റും ഫൈനൈറ്റ് ആണ്. അപ്പം ഇതിൻ്റെ യൂണിയനും എന്തായിരിക്കും? ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും അല്ലേ. സോ ടിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സും ഫൈനൈറ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ രണ്ട് കേസിലും എഫ് ഓഫ് കെ പ്ലസ് വൺ ഡസ് നോട്ട് ബിലോങ്സ് ടു ടി എന്നുള്ള കേസിലും എഫ് ഓഫ് കെ പ്ലസ് വൺ ബിലോങ്സ് ടു ടി എന്നുള്ള കേസിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ടി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് കാണാൻ പറ്റും. സോ എല്ലാ കേസിലും നമുക്ക് ടി ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. സോ ഇൻ ടോട്ടൽ നമുക്ക് പറയാം എസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ എസിൻ്റെ സബ്സെറ്റിലായിട്ടുള്ള ടിയും ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് അതിൻ്റെ പ്രൂഫ് ഉള്ളത്. പിന്നെ അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് ആണ് വരുന്നത്. സോ ടി ഇൻഫൈനൈറ്റ് സെറ്റ് ആകുമ്പോൾ എസ് ഇൻഫൈനൈറ്റ് ആവും. അത് ഡയറക്റ്റ് കോൺട്രാപോസിറ്റീവ് ഇംപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ്ലി ഇത് ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആണെന്ന് നമുക്ക് പറയാം. ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ അത് ട്രൂ ആണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാം. സോ ബി പാർട്ടിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നുമില്ല. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. So that's all for today. Thank you.